മോളെ എഴുന്നേക്ക്, എഴുന്നേക്കടി. അവര് കാത്തിരിക്കുക. എത്ര തവണ ഞാൻ ഈ വേഷം കെട്ടിയത്. ഇനി ഇത് വേണോ അമ്മേ? അങ്ങനെ പറയാതെ മോളെ. എന്തു എനിക്കൊരു തോന്നൽ ഇത് നടക്കാനുള്ളതാ. ആരെങ്കിലും വരുമ്പോഴൊക്കെ അമ്മ ഇത് തന്നെയല്ലേ പറയാറ്. എനിക്ക് മടുത്തമ്മേ. അച്ഛൻ ധൃതി കൊടുക്കുന്നു. കാപ്പി കൊണ്ടേ കൊടുക്ക. കലാകാരന്മാരെ പണ്ടത്തെ കാലത്താണെങ്കിൽ സാധനം ഇഷ്ടപ്പെടുന്ന വിപണം കൊണ്ട് തീരും. ഇപ്പൊ അത് പോരല്ലോ. ആണും പെണ്ണും നേരിട്ടൊന്ന് സംസാരിച്ചോട്ടെ. രവീന്ദ്രനും അതിന് താല്പര്യം. അയ്യോ, അതിന് ഒരു എതിർപ്പുമില്ല. എനിക്ക് പ്രമേളയെ ഇഷ്ടമായി. എന്നെ ഇഷ്ടമായി. എന്തുവരെ പഠിച്ചു? BA പാസ്സായി. എന്നിട്ട് ഗ്രഹഭരണമാണ്. ടൈപ്പിനും ഷോർട്ട് ഹാൻഡിനും പോകുന്നുണ്ട്. ജോലിക്കാരിയാകാനായിരിക്കും. ശരി, അപ്പൊ വരട്ടെ. കാണാം. നക്ഷത്രങ്ങളും കൂടി സമ്മതിക്കുമോ എന്ന് നോക്കണം. ഓ, അത് സാരമില്ലെന്നേ. നക്ഷത്രങ്ങളൊന്ന് അടുപ്പിച്ച് ചേർത്താൽ നമുക്ക് കണിയാനോട് പറയണ്ട. വിവരം ഞങ്ങൾ അറിയിക്കാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശരി, വരട്ടെ. ഒച്ച നീ ഇവിടെ ആയിരുന്നു. എന്താ വേണ്ടതാവോ? വേണ്ടതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പറയാനോ? ഇവിടെ നിനക്ക് വിഷമങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഉണ്ടെങ്കിൽ പറയണം. ഇല്ല മലയാളി. നീ വന്ന് ആ കടയിൽ പോയി 2 പാക്കറ്റ് വിൽസ് മേടിച്ചിട്ടുണ്ടോ? ഞാൻ അവളെ 2 പാക്കറ്റ് സിഗരറ്റ് വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടതാ പൊന്നെ. ഒരു പെണ്ണും ഒരാഴ്ച തികച്ചു ഇവിടെ നിൽക്കാറില്ല. പൈസ ഇല്ലേ? ഇനിയും വേണോ ഇതൊക്കെ? ഞാൻ എന്തോ ചെയ്തെന്ന്? നിങ്ങൾ എനിക്ക് 30 വർഷമായി പരിചയമാ. ഇനി എന്റെ മുമ്പിൽ ഈ കളിയൊന്നും വേണ്ട. അവളാണെങ്കിൽ ഒരുത്തനോട് പൊറുക്കുന്നോളുവാ. ആ, അപ്പൊ പിന്നെ കൂടുതൽ സൗകര്യമായില്ലേ? എടി, നീ പേടിക്കൊന്നും വേണ്ട. എനിക്കിപ്പോ പഴയ പോലെ താല്പര്യമൊന്നുമില്ല. ഒട്ട് വയ്യാതാനും. അത് നിനക്കറിയാൻ പാടില്ലേ? ആ, നീ ഔട്ട് ഹൗസിന് താക്കോലിക്കണം. എന്തിനാ? അവരൊക്കെ വരാറായിരിക്കും. ഇനി ഇവിടെ എങ്ങാനും കൂത്താടിയാ മതി. അപ്പുറത്തേക്കും എടുക്കാൻ ഒക്കൂല. എന്താ? ഒരാൾ വാടക ഉറപ്പിച്ച് താക്കോൽ വാങ്ങി പോയിട്ടുണ്ടത്. എന്താ? ഞെട്ടുകൊന്നും വേണ്ട. അതും ചെയ്യേണ്ടി വരും. കഴിഞ്ഞുകൂടാ ഇതും ഇതിലപ്പുറം ചെയ്യേണ്ടി വരും. ഉടനാടൻ പുഞ്ചയില്ല ചെയ്തോ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു വെണ്ണ കുയിലാലെ ചട്ടാറിന്റെ തളരിണ്ട നന്ന വേണം. അപ്പോഴേ അലിൻസേ ഒന്ന് ചോദിച്ചോട്ടെ, എന്തോ വേണം? അങ്ങനെ പറ. എന്തോ വേണം? വേണം. ആ, കൊള്ളാം. എന്തോ വേണം? നിങ്ങൾക്ക് നാണമില്ലോ തള്ള ഈ കള്ളു ഷാപ്പിലെ പോലെ കറക്കച്ചോടം നടത്താൻ? മലയാളി,
കരുണാകരനേരെ ആ അവതച്ചന് പിന്നെ എന്തൊക്കെയുണ്ടോ വെച്ചാ വിശേഷങ്ങള്? ജാനകി, ജാനകി, എന്താ അവതച്ചൻ. പിന്നെ എന്തായ അവതച്ച? അവർക്ക് ഇഷ്ടപ്പെട്ടു. മകളെ അല്ല, അച്ഛന്. എന്നോടാ പറഞ്ഞു? കരുണാകരനേരെ, നിങ്ങൾ ഉള്ളിടത്തോളം കാലം ഒരു വിവാഹം ഈ വീടിന്റെ പടി കയറൂല. അതിന് ഞാനെന്തോ ചെയ്യുന്ന? ഒന്നും ചെയ്തില്ല. നാട്ടുകാർ പറയുമ്പോ കേട്ടാ മതി. പോകില്ലേ? വരുന്നവരൊക്കെ എന്തിനാ എന്റെ കാര്യം നോക്കുന്നത്? അവർക്ക് പെണ്ണയല്ലേ വേണ്ടത്? അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ മകളായി ജനിച്ചത് അവളുടെ കുഴപ്പം ഇല്ല. താൻ എന്നെ വാങ്ങിട്ടാ പോകും. എന്റെ പൊന്നെ, ഞാൻ ഒരു ഇടക്കാരനാ. പറഞ്ഞത് കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കാം. ജാനകമ്മേ, ഇതും നടക്കി. ഇനി ഒരു ആലോചന കൊണ്ട് ഞാൻ വരികയില്ല. ഇടക്കാരനാണ് പോലും ഇടക്കാരൻ. ഓടാടും. എനിക്കറിയാടോ എന്നെ മാല കെട്ടിക്കാൻ. ഇതൊരു പട്ടിക്കാടാണെന്ന് തോന്നുന്നല്ലോ. വായോടിക്കാൻ സാധനങ്ങൾ ഇറക്കി വെക്കണം. എടവരെ ഒന്നിങ്ങോട്ട് വന്നാട്ടെ. സാറേ, നല്ല കൊലയുള്ള തെങ്ങുകളാണല്ലോ. ഇതന്നെ ഏർപ്പാടാ സാറേ, നടന്ന് അടപ്പണതല്ലേ? സാറേ, ഇത് ഭാർഗവി നിലയോ മറ്റോ ആണോ? മതിയടാ മതിയടാ. അല്ല, കണ്ടപ്പോ തോന്നിയാണ്. എന്നെ എഴുതാടാ ഇത്? ആ വന്നോ? എടാ മോനെ, ആ ഓട്ടോസിലേക്ക് ഒന്ന് അമ്മയും അവൻ വരും വരും. അതങ്ങോട്ടോ വെച്ചേ. സൗകര്യങ്ങൾ ഇതെല്ലാം പോരെ? ഓ, ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഞാൻ തനിച്ചല്ലേ ഉള്ളൂ. തനിച്ചോ? ഞാനും ഉണ്ടമ്മച്ചി. ആഹാരമൊക്കെ പാകം ചെയ്യാൻ അമ്മ കൂടെ അയച്ചതാ. ഞാൻ വെറും അടുക്കളക്കാരൻ മാത്രമല്ല, സാറിനൊരു കൂട്ടും കൂടിയാ. ചെറുക്കൻ കൊള്ളാമല്ലോ. അമ്മച്ചി, ചെക്കനല്ല, വക്കൻ. വെറും വക്കനല്ല, ചക്കര വക്കൻ. ഞാൻ പോയി കുറച്ച് കാപ്പി ഉണ്ടാക്കി കൊടുത്തു. അയ്യോ, അതൊന്നും വേണ്ട. കാപ്പിയൊക്കെ ഞാൻ ഉണ്ടാക്കണം. നിങ്ങൾ കുറച്ച് വെള്ളം കോരിട്ടെ. എന്തിനാ? കുളിക്കാൻ. അയ്യോ, അപ്പൊ ഇവിടെ പൈപ്പ് വെള്ളമൊന്നുമില്ലേ? ഇല്ല. ആകപ്പാടെ തെണ്ടിപ്പോകുന്ന ലക്ഷണമാണല്ലോ. വെള്ളവും കോരണം. ആ, കോരണം. പിന്നെ നീ ഇവിടെ കുളിച്ച് താമസിക്കാൻ വന്നത് ചേട്ടാ? ഇതെന്തോന്ന് കല്ല സാറേ, ഒരു മാതിരി കോഴാന്നിരിക്കുന്നു. നീ സമ്മതിക്കില്ല. നീ എന്നെ വാങ്ങിച്ചേ പോ. ബാലേന്ദ്രനത്തെ ഇങ്ങ് വൈക്കത്തേക്ക് പോരാൻ കാരണം തന്നെ നടത്തപ്പോ എവിടെ നിന്ന് തുടങ്ങാമെന്നായി ആലോചന. ഒന്ന് കൂവി തെളിയണമല്ലോ. പലരും അഭിപ്രായപ്പെട്ടത് ഇവിടെയാണ്. തരക്കേടൊന്നുമില്ല. സിവിൽ കേസുകളാണ് അധികവും. ശ്രദ്ധിച്ചു നിന്നാൽ പിഴച്ചു പോവാം. പിഴയ്ക്കുകയും വേണം, പഠിക്കുകയും വേണം. പിഴ എന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, തെറ്റ്. അത് പറ്റാതെ സൂക്ഷിച്ചാൽ മതി. ആ,
ഞാനാണ് നിങ്ങളുടെ ഔട്ട് ഹൗസിൽ താമസിക്കുന്നത്. പേര് ബാലേന്ദ്രൻ. എന്താ പേര്? പ്രമീള. ഞാനൊരു അഡ്വക്കേറ്റാണ്. അത് വേഷം കണ്ടപ്പോ മനസ്സിലായി. പുതിയ സ്ഥലമല്ലേ, വക്കീലാണെന്ന് 4 പേര് അറിഞ്ഞാലല്ലേ വല്ല കേസുകളും കിട്ടും. തയ്ക്കണോ? എന്തിനാടാ? സാറിന്റെ വക്കീൽ കളസം വേലിയിലൊടക്കി കീറിപ്പോയി. അത് തയ്പ്പിക്കാനാ. സാറിനാണ് കേച്ചേരി ഇട്ടുകൊണ്ടുള്ളതാ. എന്നതാടാ കേച്ചേരിയില്? കച്ചേരി. മോളെ പ്രേമേലെ, നീ അത് തയ്ച്ചു കൊടുത്തേ. അമ്മജി, ഇത് കൊത്തച്ചക്കാണല്ലേ? നിന്റെ ഒരു കൊത്തച്ചക്ക വേണമെങ്കിൽ 5 എടുത്തോടെ ഇറക്കാം. ബാലേന്ദ്രനോ? യു ആർ സർപ്രൈസ്? ഇവിടെ വരെ വന്ന് ബുദ്ധിമുട്ടണമായിരുന്നു. ബുദ്ധിമുട്ടോ? ഞാൻ ചെയ്യേണ്ടതല്ലേ? എന്തുപറ്റി കാലിന്? ടേബിളിൽ തട്ടി. നോക്കി നടന്നൂടെ? ഇന്റർവ്യൂ കഴിഞ്ഞോ? ഉവ്വ്, കാലത്ത് വന്ന് കഴിഞ്ഞതാ. ഞങ്ങള് കുറെ പേരെ വിളിച്ച് 2ാമത് ഇന്റർവ്യൂ ആയിരുന്നു. ആ, എങ്കിൽ സെലക്ഷൻ കിട്ടുന്ന കാര്യം ഉറപ്പാ. നോക്കൊന്നും വേണ്ട,